ഹയാനിലെ ഫിഷിംഗ് വില്ലേജിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കൊട്ടവഞ്ചിയാണ്. ആ കൊട്ടവഞ്ചിയിൽ ഈ കായലിലൂടെ പോയി നമ്മളെ കറക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ വഞ്ചി റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു തൊപ്പിയൊക്കെ ഇവിടെ കിട്ടും. ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ, അല്ലെങ്കിൽ വലിയ ചൂടാണ് ഇവിടെ. നാട്ടിലെ ഒരു ഏപ്രിൽ മാസമൊക്കെ ഉണ്ടായ നമ്മുടെ കടുത്ത ചൂടുണ്ടല്ലോ, ആ ചൂടാണ് ഇപ്പോൾ ഹയാനിലുള്ളത്. ഇത് കോക്കനട്ട് ലഗൂണുകളാണ്. നമ്മുടെ നാട്ടിലുള്ള തേങ്ങയല്ല, മറ്റൊരു തരത്തിലുള്ള കോക്കനട്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇത് കോക്കനട്ട് വാട്ടർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. This is the water coconut fruit. Just take the inside the fruit. Yeah. And we make the soup for the customer enjoy that. It's very nice. How you feeling? Yeah, good. Enjoy. Oh. It's very special in here. നമ്മുടെ ഈ കുട്ടനാട്ടിലേക്ക് ചെറിയ കനാലുകളുണ്ടല്ലോ, തോടുകളൊക്കെ, ആ തോടുകൾ പോലെ ഉള്ള സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത്. ഇതൊരു കോക്കനട്ട് വില്ലേജിലേക്കാണ് നമ്മൾ കയറുന്നത്. അതിനകത്തുകൂടിയാണ് ഈ കൊട്ടവഞ്ചിയിലുള്ള സവാരി. ഒരു പ്രധാനപ്പെട്ട ടൂറിസം പോയിന്റാണ്. എല്ലാവർക്കും ഇങ്ങനെ കൊട്ടവഞ്ചി കറക്കാനൊന്നും പറ്റില്ല. ആ കറക്കുന്നതിന് ചില പരിശീലനമൊക്കെ ഉണ്ട്. ഇങ്ങനെ കറക്കുന്ന കൊട്ടവഞ്ചിക്കകത്ത് കയറാൻ പ്രത്യേകം പൈസയൊക്കെ കൊടുക്കണം നമ്മൾ. നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് മൊത്തം ഒരു വലിയ ആഘോഷത്തിന്റെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. പാട്ട് മാത്രമല്ല, ഡാൻസും ഉണ്ട്. തുഴഞ്ഞൊക്കെ പോകാൻ നല്ല രസമാണ്. നല്ല കൊട്ടവഞ്ചികളൊക്കെയാണ്. പക്ഷേ ഇവിടെ ഒരു അപകടമുണ്ട്. ഈ വെള്ളത്തിൽ മുതലുണ്ട്. വിയറ്റ്നാമിലെ ട്രഡീഷണൽ ഫിഷിംഗ് ആണ് നമ്മുടെ നാട്ടിലെ വലവീശ. കോക്കനട്ട് വില്ലേജിൽ ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട ഈ കൊട്ടവഞ്ചി സവാരിക്ക് ശേഷം നമ്മൾ മടങ്ങുകയാണ്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്. ബൈ ബൈ തമ്പ്യാ.